ഞാൻ ഇവിടെ കുറച്ചു ദിവസം നിൽക്കുന്നതുകൊണ്ട് ആന്റിക്ക് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഡോക്ടർക്ക് എന്താ 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 മാളു, എന്താ പ്രശ്നം? ഒന്നുമില്ല ആന്റി, മാളു ഇനി ഇവിടെ നിൽക്കുകയാണെന്നാ പറയുന്നത്. ഞാനത് മോനോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. കുറച്ച് ദിവസം ഇനി മോളെ ഇവിടെ നിർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ശരീരത്തിന് ഉടവ് തട്ടണ്ടല്ലോ. ഇവിടെ ആവുമ്പോ ഞാനും അശ്വതിയൊക്കെ അവളുടെ കാര്യം നോക്കാനുണ്ട്. ഇവളുടെ കാര്യം നോക്കാൻ അവിടെ ആളുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാ മെഡിക്കേഷൻ എടുക്കാനും ഇവിടത്തെക്കാൾ സൗകര്യം അവിടെയാ. എന്നാര് പറഞ്ഞു? ഇവിടെ വെച്ച് എനിക്ക് അസുഖം വന്നപ്പോ ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോ ഡോക്ടർ ഉടനെ വന്നല്ലോ. ഇനിയിപ്പോ വന്നില്ലെങ്കിൽ തന്നെ മുത്തശ്ശിയോ അമ്മയോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. എന്താ ആന്റി, നിങ്ങളുടെയൊക്കെ തീരുമാനം ഇത് തന്നെയാണോ? മുരളിയേട്ടൻ ഇന്ന് വരുമല്ലോ ജോബിൻ, അതുകൊണ്ടായിരിക്കും അവൾ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞത്. ഇന്നത്തേക്ക് ഒരു ദിവസമാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്റെ വീട്ടിലേക്ക് എന്ന് വരുമെന്ന് ചോദിച്ചപ്പോ അതിനിപ്പോ ഉത്തരം പറയാൻ പറ്റില്ലെന്നാ മാള് പറയുന്നത്. അടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചോദിച്ചാ അവക്കങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ ഡോക്ടറെ? 3-4 ദിവസം ഇവിടെ നിക്കട്ടെന്നേ. അതിനിപ്പോ ഡോക്ടർ എന്തിനാ ഇങ്ങനെ പരിഭവിക്കുന്നേ? അവളെ കാണണമെന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് ഇങ്ങോട്ടും വരാമല്ലോ. ശരി, എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇവിടെ നിന്ന് മതിയാവുമ്പോ എന്ന് അങ്ങോട്ട് വരണമെന്ന് തോന്നുന്നോ അന്ന് വന്നാ മതി. നല്ലൊരു ദിവസമായിട്ട് ആ കൊച്ചിന്റെ മനസ്സ് വിഷമിപ്പിച്ചല്ലോ. ഇയാൾക്ക് എന്താ അശ്വതി, കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ പെണ്ണിന്റെ മുഖത്ത് ഭയങ്കര തെളിച്ചം? എന്തോ കാര്യമുണ്ടല്ലോ. അപ്പു വിളിച്ചിരുന്നു. ആഹാ, അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. എന്ത് പറഞ്ഞു എന്നിട്ട്? ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോ എന്നോട് കാണാൻ ചെന്നോളാൻ പറഞ്ഞു. അതിൽ നീ ഒരുപാട് സന്തോഷിക്കണ്ട. പറഞ്ഞത് അപ്പുവല്ലേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന്റെ സ്വഭാവം ഏത് നിമിഷവും മാറാം. ഈ മണിക്കൂറിൽ ഇങ്ങനെ തോന്നിയെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോ അഭിപ്രായം മറ്റൊന്നായിരിക്കും. പിന്നെ അപ്പു അങ്ങനെ പറയൊന്നുമില്ല. അങ്ങനെ പറയാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. അഥവാ അങ്ങനെ സംഭവിച്ച പിന്നെ ഈ മുഖം കടന്തൽ കുത്തിയിട്ടതുപോലെ ഇരിക്കുന്നത് കാണേണ്ടത് ഞാൻ തന്നെയല്ലേ? ഞാൻ പോയാ പിന്നെ അപ്പുവിനെ ഡിസ്ചാർജ് ചെയ്തിട്ടേ വരുള്ളൂ. കൊള്ളാം. അത്രയും ദിവസം കൂടെ നിൽക്കാൻ ആ കുട്ടി സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിലേ അത് നേടിയെടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. വെറുതെ അല്ല നിന്നെ അപ്പോ അങ്ങോട്ട് അടുപ്പിക്കാത്തത്. ഏതായാലും ഇന്നെങ്കിലും എന്റെ കൊച്ചിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ, അത്രേ ആശ്വാസം. അല്ല, നന്ദേട്ടൻ വിളിച്ചായിരുന്നോ നിന്നെ? കേസിന്റെ കാര്യം എന്തായെന്ന് വല്ലതും അറിഞ്ഞോ? ഇല്ല, കോടതിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം വിളിക്കാന്നാ പറഞ്ഞത്. കബനി കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറായതോടെ വിധി VP സാറിന് അനുകൂലമാകാൻ സാധ്യതയുണ്ടെന്നാ ഏട്ടൻ പറയുന്നേ. ഈശ്വര, അങ്ങനെ ആയാ മതിയായിരുന്നു. പാവം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിലേ ആ ഗീതാന്റിയുടെ കാര്യമോ കഷ്ടം. സാറിനും അപ്പൂനിടയില് അവര് വല്ലാതെ കഷ്ടപ്പെടുവോ? നീ പേടിക്കണ്ട മോളെ, വിധിയൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് തന്നെ വരും. എല്ലാവരെയും എല്ലാ കാലത്തും ഈശ്വരൻ കഷ്ടപ്പെടുത്തുന്നില്ല. ആ സാറിന് വീട്ടിൽ പോകാനുള്ള അവസരം ഉണ്ടാവുന്ന തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ചേച്ചിയുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. ഒരു മിനിറ്റ്. അപ്പൊ ഇന്ന് വരും എന്ന് പറഞ്ഞ സത്യമായിരുന്നു അല്ലേ? അതെന്താടോ, എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോ തന്നെ ഞാൻ വിളിച്ചില്ലേ? എന്നിട്ടും എനിക്ക് വിശ്വാസമായില്ലെന്നാണോ? എങ്ങനെ വിശ്വസിക്കും? 2 ദിവസത്തിനകം മടങ്ങി വരുന്നു പറഞ്ഞു പോയ ആളാ. ആഴ്ച 1 കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും ഇവിടെയുള്ളവരെ കുറിച്ചൊക്കെ ഓർമ്മ വന്നല്ലോ സാറിന്. അത്രയെങ്കിലും നല്ലത്. അതെന്ത് വർത്താനം അശ്വതി നീ പറയുന്നേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുവല്ലോ മുരളി നമ്മളെയൊക്കെ കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് എവിടെയോ ആഘോഷിക്കാൻ പോയതാണെന്ന്. അഷ്ടിക്കുള്ള വക തേടി പോയതല്ലേ? വന്നു കയറിയ ഉടനെ പാവത്തിന്റെ നേരെ കുറ്റവും കുറവും പറഞ്ഞു ചെല്ലുകയാണോ വേണ്ടത്? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. ഇത്രയും ദിവസം അവിടെ നിന്നുകൊണ്ട് ഒരു വലിയ പ്രോജക്റ്റിനുള്ള ഡീൽ ഉറപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. ദൈവം സഹായിച്ചത് നടന്നു കിട്ടിയാലേ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇനി അങ്ങോട്ട് നമ്മുടെ കമ്പനിയെ തേടി വരുന്നതെല്ലാം ഇതുപോലെ വലിയ വലിയ പ്രോജക്റ്റുകളായിരിക്കും. ഈശ്വര ഭഗവാനെ, നന്നായിരിക്കട്ടെ.
കേട്ടോടി, 5-6 ദിവസം കഷ്ടപ്പെട്ടാലെന്താ, ദൈവം തമ്പുരാൻ അതിനൊരു ഫലം കൊടുത്തില്ലേ? എന്നിട്ട് കാര്യം അറിയാതെ വന്നു കയറുമ്പോഴും ഒരു മുടക്ക് വർത്താനം കൊണ്ട് നിന്നോളൂ. കണ്ടോ, ഞാൻ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കാര്യമാ അമ്മയും മരുമോനും കൂടെ പറഞ്ഞുണ്ടാക്കുന്നത്. എന്റെ അമ്മ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഓ പിന്നെ, അത് കേൾക്കുന്നവർക്കൂടെ തോന്നണം തമാശയാണെന്ന്. മതി മതി മതി, ഇനി ഇതിന്റെ പേരില് അമ്മയും മോളും തമ്മിൽ വഴക്കാവണ്ട. അല്ല, എന്താ ഇവിടുത്തെ കാര്യങ്ങള്? മാളു ഉറങ്ങിയോ? അതിനുവേണ്ടി സമയമായില്ലല്ലോ. ജോബിനുണ്ടോ ഇവിടെ? ഇല്ല, ടീച്ചറുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി കുറച്ചു മുമ്പ് ഇറങ്ങിയത്. ഡോക്ടറോട് 2-3 ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ ഞങ്ങളെല്ലാം നിർബന്ധിച്ചാണെന്നേ. എവിടെ, നമ്മള് പറഞ്ഞാ കേൾക്കുന്ന ശീലമൊന്നും പണ്ടേ അവനില്ലല്ലോ. പോരാത്തതിന് മാളു കൂടെ ചെല്ലാത്തതിന്റെ ഒരു കിറുകിറുപ്പം ഉണ്ടായിരുന്നു. അതാ ടീച്ചർ തനിച്ചേ ഉള്ളെന്നും പറഞ്ഞ് അമ്മയും മോനും കൂടെ അങ്ങ് സ്ഥലം വിട്ടത്. ആ അമ്മേ, എനിക്കൊരു ബ്ലാക്ക് ടീ എടുത്തു. യാത്രയുടെ ആവും, വല്ലാത്തൊരു തലവേദന. ആ, ഇപ്പൊ കൊണ്ടുവരാം. അശ്വതി, മാളും ജോബിനുമായിട്ട് എന്താ പ്രശ്നം? ഗൗരവമുള്ള കാര്യം വല്ലതുമാണോ? ഓ എന്റെ മുരളിയേട്ടാ, എനിക്കറിയില്ല. സംഗതി ഇതറിയുന്നതിന് മുമ്പേ അവര് തമ്മിൽ നല്ല രസത്തിലല്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ മാളുവിന്റെ കാര്യത്തില് ഇങ്ങനൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ജോബിനെ ഓടി വന്നതും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒക്കെ. അത് കഴിഞ്ഞ് തിരിച്ച് രണ്ടുപേരും ഇവിടെ വന്നപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനി എന്നെയും ടീച്ചറെയൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് രണ്ടുപേരും കൂട്ടിയുള്ള ഒരു ഒത്തുകളിയാണോന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്തോ ഒരു പ്രശ്നം രണ്ടുപേരുടെ ഇടയിലും ഉണ്ട്. അതിനി ജോബിന്റെ ആ US-ലേക്കുള്ള ജോലിക്കാരിയുമായി ബന്ധപ്പെട്ട വിഷയം വല്ലതും ആയിരിക്കും. നീ ഈ കാര്യം വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്ക് അങ്ങനൊരു സംശയം തോന്നാതിരുന്നില്ല. പിന്നെ ജോബിനോ ടീച്ചറോ അതിനെക്കുറിച്ച് കാര്യമായിട്ട് എന്നോടൊന്നും പറഞ്ഞതുമില്ല. എന്തോ എന്നോടും അതേപ്പറ്റി രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ഞാനൊരു ദിവസം അങ്ങോട്ട് ചോദിച്ചപ്പോ മാളൂന് അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ലെന്നാ പറഞ്ഞത്. ചിലപ്പോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ജോബിന് ആ ഓഫർ അത്ര ഗൗരവമായിട്ട് എടുക്കാത്തതെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ വന്നത് മാളു അറിഞ്ഞില്ലേ? അതോ ഇനി നേരത്തെ ഉറങ്ങിയോ? ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും. അവൾ ആകെ ടയേർഡായിരുന്നു. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മുരളിയേട്ടാ, ഇപ്പോ ഈ കാര്യമൊന്നും നിങ്ങളായിട്ട് അവളോട് സംസാരിക്കാൻ നിൽക്കണ്ട. അവളുടെ മൂഡ് എങ്ങനെയാന്ന് നോക്കട്ടെ. പിന്നെ അമ്മയോടെ ബ്ലാക്ക് ടീ ഇവിടെ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. അച്ഛനത് എപ്പോഴാ വന്നത്? കുറച്ചു നേരമായി. നിന്നെ താഴെ കാണാഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാന്ന് കരുതി. ഉറങ്ങിക്കാണുമെന്ന് അമ്മ സംശയം പറഞ്ഞിരുന്നു. എന്നാലും ഈ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോ നിന്നെ കാണാതിരിക്കാനും തോന്നിയില്ല. സോറി അച്ഛാ, പാട്ട് കേട്ട് ഞാനൊന്ന് മയങ്ങിപ്പോയി. അതാ അച്ഛൻ വന്നപ്പോ അറിയാതിരുന്നത്. പിന്നെ പോയ കാര്യക്ക് എന്തായി? അതൊക്കെ ഗംഭീര സക്സസ് ആയി മോളെ. ഏതാണ്ട് 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഷോപ്പിംഗ് മാളിന്റെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഏകദേശം ഒരു 90% വരെ ഡീൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇനി 1-2 കാര്യങ്ങളിലും കൂടെ തീരുമാനമായ ആ ഭീമം പ്രോജക്റ്റ് നമ്മുടെ കമ്പനി തന്നെ ചെയ്യും. ഞാൻ അതിന്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴാ അമ്മ വിളിച്ച് നിന്റെ കാര്യം പറയുന്നത്. അതുകൂടി കേട്ടപ്പോ ഞാൻ ഫ്ലാറ്റ്. നിന്നെ കണ്ടിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ എന്ന് വെച്ച് ഞാൻ അപ്പത്തനിഞ്ഞു പോകുന്നില്ലേ. ഇനിയിപ്പോ എന്നെ അശ്വതിയൊക്കെ ആൾക്കാരും ബന്ധുക്കളും ഒക്കെ അപ്പൂപ്പനും അമ്മൂമ്മയെന്നും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. ഏതായാലും മുത്തശ്ശി പറഞ്ഞൊരു കാര്യം സത്യം കേട്ടോ. എനിക്ക് ഈ വമ്പൻ പ്രോജക്റ്റ് കിട്ടിയത് തന്നെ നിനക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിന്റെ ഐശ്വര്യം കൊണ്ടാ, സന്തോഷവും സമ്പത്തും കൊണ്ടാ. അതിന്റെ വരവ് തന്നെ അതൊരു നല്ല ലക്ഷണമാണ് മോളെ. പിന്നെ ജോബിൻ എന്തു പറയുന്നു? ടീച്ചറും ജോബിനും ഒക്കെ വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ അല്ലേ? അതെ, സന്തോഷത്തോടെ രണ്ടുപേരും പോയത്. മാളു, അച്ഛൻ ഈ കാര്യം ഇന്നിനി നിന്നോട് ചോദിക്കണ്ടെന്ന് കരുതിയതാ. എന്നാലും നിന്നോടാവുമ്പോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് നേരവും കാലവും ഒന്നും നോക്കണ്ടല്ലോ. അതുകൊണ്ട് ചോദിക്കാന്ന് കൂട്ടിയാ മതി.
അമ്മ പറഞ്ഞു നീയും ജോബിനുമായി എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. എന്താ അത്? ഗൗരവമുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പിണങ്ങിയത്? എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാരണമാണെങ്കിൽ പറയണമെന്നില്ല. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ചോദിക്കുന്നേ ഉള്ളൂ. ഈ വിഷയം നിങ്ങളുടെ ലൈഫിനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അല്ലേ? ഇനി അഥവാ അങ്ങനെ വല്ലതും ആണെങ്കിൽ തന്നെ മോളത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ അച്ഛനോട് തുറന്നു പറയണം കേട്ടോ. ഇരി ചെവി അറിയാതെ ഞാനത് വേണ്ട രീതി പരിഹരിച്ചു തരാം കേട്ടോ. അച്ഛാ, അച്ഛനും കൂടി അറിയാവുന്ന കാര്യം ഇത്. ആ അരുൺ ഭാസ്കറിന്റെ കാര്യം തന്നെ. അയാൾ എന്തൊക്കെയോ കള്ളക്കഥ പറഞ്ഞ് ഡോക്ടറെ എന്നെയും തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമത്തില. അതിലൊരുവിധം അയാൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഡോക്ടറുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളതുപോലെയാ ഇപ്പൊ എന്നോട് പെരുമാറുന്നത്. അയാളുടെ വാക്ക് കേട്ട് ഡോക്ടർ ഉള്ളിൽ സംശയം വെച്ച് എന്നോട് പെരുമാറുന്ന കണ്ടപ്പോ എനിക്കതൊന്നും സഹിക്കാൻ പറ്റിയില്ല അച്ഛാ. അതുകൊണ്ടാ. അയ്യേ, അതിനെന്തിനാ മോളെ നീ സങ്കടപ്പെടുന്നത്? ജോബി നിന്നെ സംശയിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നീ ഈ കാര്യം അയാളോട് മറച്ചു വെച്ചതിന്റെ ഒരു പരിഭവം കാണിക്കൽ മാത്രമായിട്ട് ജോബിന് ഇതെടുത്തിട്ടുള്ളൂ. അതിപ്പോ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് മാളു. ആ അരുൺ ഒരു ശല്യക്കാരനാണെന്ന് അറിഞ്ഞപ്പോഴേ ഈ കാര്യം നമ്മൾ ജോബിനോട് സൂചിപ്പിക്കണമായിരുന്നു. ഇതിപ്പോ നമ്മൾ പറയാതെ മറ്റൊരാൾ ഇന്ന് ഇതൊക്കെ അറിയുമ്പോ സ്വാഭാവികമായിട്ട് അയാൾക്കൊരു നീരസം ഉണ്ടാവും. അത് മാറ്റിയെടുക്കാൻ മുൻകൈ എടുക്കേണ്ടതും വിട്ടുവീഴ്ച ചെയ്യേണ്ടത് നമ്മൾ തന്നെയാ. സാരമില്ല, മോള് വിഷമിക്കണ്ട. അച്ഛൻ ജോബിനെ കണ്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. നാളെ ആവട്ടെ. വേണ്ടച്ചാ, അതിന്റെ ഒന്നും കാര്യമില്ല. കാര്യമുണ്ട്. അതൊന്നും തൽക്കാലം നീ അറിയാൻ അന്വേഷിക്കൊന്നും വേണ്ട. ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. മോള് വിഷമിക്കണ്ട കേട്ടോ. എന്നാ നേരത്തെ കിടന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. ബേബി, പറയുന്ന കേക്ക്. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? വാ, നമുക്ക് കോടതി പോയിട്ട് വരാം. നോക്ക് ബേബി, കേസ് വിളിക്കുമ്പോൾ ബേബി കോടതിയിലില്ലെങ്കിൽ വീണ്ടും ആ കേസ് അവധിക്ക് വയ്ക്കും. വിധി പറയാത്തിടത്തോളം കാലം ബേബിക്ക് വീട്ടിൽ വരുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെന്താ മനസ്സിലാക്കാത്തെ? കോടതിയിലേക്ക് ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഗീത. പക്ഷെ ഇങ്ങനെ ഒരു കേസിന് എങ്ങനെ ഞാൻ പ്രതിയായെന്നത് വ്യക്തമായും സത്യസന്ധമായും എനിക്ക് അറിയണം. അല്ലാതെ എനിക്കങ്ങനെ കോടതിയിൽ ചെന്ന് നിൽക്കാനാവും? ഇതുവരെ കഥ അറിയാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട കഥയ്ക്കൊപ്പം ആടിയ പാവയായിരുന്നു ഞാൻ. ഇനി അതൊന്നും പറ്റില്ല. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന് നിങ്ങൾ പറയും. അതേ നിങ്ങളുടെ ഒരു ക്ലയന്റിനോട് സത്യം തുറന്നു പറയാൻ മടിക്കുന്നത് എന്തിനാ? ഡോക്ടർ, എന്റെ ചോദ്യം ജെനുവിനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളുടെ പേഷ്യന്റ് ആയിരുന്നു എന്നാണല്ലോ പറയുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവത്തിന് മുമ്പ് ഞാനൊരു മെന്റൽ പേഷ്യന്റ് ആയിരുന്നോ അല്ലയോ? ആയിരുന്നെങ്കിൽ അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു? ഓക്കെ, പണിക്കർ സാറിന്റെ ഈ 3 ചോദ്യങ്ങൾക്കും നിങ്ങളെ ചികിത്സിച്ചിരുന്നൊരു ഡോക്ടർ എന്ന നിലയിൽ ഉത്തരം തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിലൊന്നാമത്തെ ചോദ്യം, നിങ്ങളൊരു മനോരോഗിയാണോ എന്നാണ്. അതിന് സത്യസന്ധമായ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ അതേ എന്ന് പറയേണ്ടി വരും. കാരണം ഒരാൾ അയാളുടെ ദേഷ്യമോ സങ്കടമോ ഏത് ഇമോഷൻസും ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരിലേക്ക് കുടഞ്ഞിടുന്നത് മനസ്ഥിരതയുള്ള ഒരാളുടെ ലക്ഷണമല്ല. ഇവിടെ വീട്ടിലെ പ്രശ്നങ്ങളും പ്രഷറും നിങ്ങളൊരു ട്രാൻസ്പേഴ്സണാലിറ്റിയോട്ടാണ് പ്രകടമാക്കിയത്. ആ നിലയിൽ നോക്കിയ വിജയ് പണിക്കരുടെ മനോനിലയിൽ യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സാറിന് വേണമെങ്കിൽ ഒരു മനോരോഗി എന്ന് വിളിക്കാം. ഇവിടെ എന്തുകൊണ്ട് സാർ അങ്ങനെ ഒരു മനോനിലയിൽ എത്തിയെന്ന് ചോദിച്ചാൽ അതിന് സാറിന്റെ മനസ്സ് തന്നെയാണ് ഉത്തരവാദി എന്ന് പറയേണ്ടി വരും.
ചില കാര്യങ്ങൾ അങ്ങനെയാണ് പണിക്കർ സാറേ. താങ്കളെപ്പോലൊരാൾക്ക് മനസ്സിന്റെ ഗതിവിഗതികളെക്കുറിച്ച് കൂടുതൽ വിശദമാക്കി തരേണ്ട കാര്യമില്ലല്ലോ. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെയും പ്രായോഗിക ജ്ഞാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മനസ്സ് കടിഞ്ഞാണില്ലാത്തൊരു കുതിരയാവും. അങ്ങനെ ഒരു ശപിക്കപ്പെട്ട നിമിഷം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായി എന്ന് കരുതുക. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. അങ്ങനെ ഒരു നിമിഷത്തിലാവണം സാർ ആ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ സ്ത്രീയോട് മോശമായ രീതിയിൽ പെരുമാറിയത്. അത് നിയമത്തിന്റെ കണ്ണിൽ തെറ്റായിരിക്കാം. എങ്കിലും ആ ഒരു തെറ്റിന്റെ പേരിൽ സാറ് ശിക്ഷിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലുണ്ടാവുമല്ലോ. ആ കൂട്ടത്തിൽ സാറിന്റെ കുടുംബവും സുഹൃത്തുക്കളും പിന്നെ ഞങ്ങളെ പോലുള്ള കുറച്ചു പേരുണ്ടെന്ന് കൂട്ടിക്കോളൂ. പ്ലീസ് VP, ഇനിയെങ്കിലും ഈ വാശികളെ എല്ലാം VPയുടെ നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിക്കും. ഇന്ന് പണിക്കർ സാർ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ അത് നമ്മുടെ കേസിനെ പ്രതികൂലമായി ബാധിക്കും. ചിലപ്പോ ഇപ്പോഴത്തെ ഒരു പരിഗണന കോടതി ഇനി ഉണ്ടാവണമെന്നില്ല, അല്ലേ മിസ്റ്റർ നന്ദകുമാർ? തീർച്ചയായും. അതുകൊണ്ട് ഇന്ന് തന്നെ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നതാവും സാർ നല്ലത്. ശരി, ഞാൻ വരാം. ഗീത, താനിവിടെ നിന്നാ മതി. ഞാൻ വക്കീലിന്റെ കൂടെ പോയിട്ട് വരാം. ഗുഡ് ഡിസിഷൻ പണിക്കർ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് പോവാം. ശരി സാർ. മെസ്സേജാ? മാളുവിന്റെ ആണോ? അല്ല, ഇത് വേറെയാ. മാളു പിന്നെ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കെന്തുദ്ദേശം? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പിണക്കം എത്ര നാൾ നീട്ടിക്കൊണ്ടു പോകാനാ എന്റെ മോന്റെ ഉദ്ദേശം? എന്താ ജോബിൻ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവളുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനമെന്ന് എനിക്കറിയണം. എന്റെ തീരുമാനം എന്താണെന്ന് മമ്മിക്ക് അറിയാലോ. ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ ഇങ്ങോട്ട് വരാൻ ക്ഷണിച്ചത്. അവള് വരാൻ കൂട്ടാക്കാത്തതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അവളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പിടിച്ചു കെട്ടി കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അവളെ ഇവിടേക്ക് പിടിച്ചു കെട്ടിക്കൊണ്ടു വരണമെന്ന് ആരും പറഞ്ഞില്ല ജോബിൻ. പക്ഷെ അല്ലാതെ തന്നെ അവള് നിന്റെ കൂടെ വരാൻ തയ്യാറാവണം. അവിടെയാണ് എന്റെ മോന്റെ മിടുക്ക്. നിങ്ങൾ തമ്മിലുള്ള പിണക്കം കോംപ്രമൈസ് ചെയ്യാൻ നീ ഒന്നും ചെയ്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിന്റെ ആ ശ്രമം മാളുവിന് കൺവിൻസിംഗ് ആയില്ല എന്നതാണ് സത്യം. നിന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടായതായി അവൾക്ക് ആത്മാർത്ഥമായി ബോധ്യമില്ലാത്തിടത്തോളം കാലം അവൾ വരാൻ കൂട്ടാക്കില്ല. ഇതിലപ്പുറം ഞാൻ എന്ത് വിട്ടുവീഴ്ചയാ മമ്മി ചെയ്യേണ്ടത്? ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാ നീ അവളോട് ചെയ്തത്. സ്വന്തം ഭാര്യയെ സംശയിക്കുക എന്ന് പറയുന്നത് മാന അഭിമാനമുള്ള പുരുഷന്മാർക്ക് ചേർന്നതല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത് നേരിട്ട് അവളോട് ചോദിച്ചാണ് ബോധ്യപ്പെടേണ്ടിയിരുന്നത്. അല്ലാതെ ഭാര്യയുടെ സ്വഭാവത്തിന്റെ സംശുദ്ധി അളക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കല്ല വേണ്ടത്. ഞാൻ മാളുവിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആരോടും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഇനി മറ്റുള്ളവരോട് യാഥാർത്ഥ്യം തേടി പോയെങ്കിൽ അതിന്റെ കാരണക്കാരി മാളു തന്നെയാ. അതെന്താ മമ്മിക്ക് മനസ്സിലാവാത്തത്? എനിക്ക് വേണമെങ്കിൽ നിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കാം. പക്ഷെ മാളുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ചിലപ്പോ ഇങ്ങനൊരു തീരുമാനം എടുത്തെന്നിരിക്കും. കാരണം സ്വന്തം സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് തന്റെ അതേ അളവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിട്ടായിരിക്കും ഭർത്താവിനെ കാണുന്നത്. പ്രത്യേകിച്ചും നിന്നെപ്പോലെ ഒരാളെ. ആ വിശ്വാസമാ തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിലും നീ ഇല്ലാതാക്കിയത്.